എൻ്റെ പേര് പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കല്ലൂര് എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് നടുവേദനയും കഴുത്തുവേദനയും ഉള്ള ഒരാളാണ്. ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്ക് സീറ്റിൽ ഇരുന്നാണ് യാത്ര ചെയ്തിരുന്നത്. ആ ബസ് ഒരു ഹമ്പിൽ ചാടുകയും ആ ഹമ്പിൽ ചാടിയപ്പോൾ ഞാൻ ആ ഹമ്പിൽ അകപ്പെട്ടു. ബസ്സിൽ തന്നെ ആ സീറ്റിൽ നിന്ന് മുകളിലേക്ക് തെറിച്ച് ആ സീറ്റിൽ തന്നെ വീഴുകയും അപ്പോൾ തന്നെ എനിക്ക് കഴുത്തിൽ ഭയങ്കരമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ യാത്ര കഴിഞ്ഞ് ജോലിസ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നീരുവീഴ്ചയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നു. അങ്ങനെ അത് കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കുറവായി. പിന്നെ ഒരിക്കൽ ഒരു മഴ കൊണ്ടപ്പോൾ എനിക്ക് കഴുത്ത് അങ്ങോട്ട് തിരിക്കാനും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വേറൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ C5 ഡിസ്ക് തെറ്റിക്കിടക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ അതിനുശേഷം പല ഹോസ്പിറ്റലിലും പോയി ചികിത്സ ചെയ്തു. അങ്ങനെ കുറയും കൂടും അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു 2018 ആ ഒരു മെയ് മാസത്തിൽ എനിക്ക് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലായ പോലെയായി. അങ്ങനെ അവിടെ ഞങ്ങളുടെ തൃശ്ശൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴുത്തിൽ ഡിസ്കിന് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കിടപ്പിലാവും. ഓപ്പറേഷൻ ചെയ്താൽ കിടപ്പിലാവില്ല, പക്ഷേ നടക്കാൻ പറ്റും. എനിക്ക് നടക്കാൻ തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം ഒരു 6 മാസത്തോളം ഫിസിയോതെറാപ്പിയും ചെയ്തു. അത് കാരണം കൊണ്ട് എനിക്ക് കിടക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല. പക്ഷേ എനിക്ക് നടക്കാനുള്ള ശേഷി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 6 മാസം മുൻപ് എനിക്ക് തീരെ അവശനിലയായി. വേദന വർദ്ധിച്ചു. കൈയും കാലുമൊക്കെ തരിപ്പും വേദനയും അതുപോലെ തന്നെ മലമൂത്ര വിസർജനമൊന്നും ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാണ്ടായി. തന്നെയല്ല, എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെയും അസുഖം വരികയും ചെയ്തു. അതിനും ചികിത്സ ചെയ്യുന്നുണ്ട്. ആ ചികിത്സ ചെയ്യുമ്പോൾ ഈ വേദന കൂടുകയും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ ഒരു ദിവസം ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോബിൻ ജേക്കബ് സാറിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി. ഈ ആശുപത്രിയെക്കുറിച്ച് അറിയുകയും അങ്ങനെ ഡോക്ടറായിട്ട് ഞാൻ അവിടുത്തെ സ്റ്റാഫ് ആ ഹോസ്പിറ്റലായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ വന്നത്. ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഡോക്ടർ എനിക്കിപ്പോൾ വളരെയധികം ആശ്വാസവും സമാധാനവും നൽകി. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. എൻ്റെ ഭാര്യയ്ക്കും അസുഖം ഉണ്ടായിരുന്നു. ആൾക്ക് മുട്ടിൽ വേദനയായിരുന്നു, ആൾക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങളിവിടെ അഡ്മിറ്റായി. ഇവിടെ അഡ്മിറ്റ് ആവുന്നത് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. അങ്ങനെ 8-ാം തീയതി തൊട്ട് ചികിത്സ ആരംഭിച്ചു. തന്നെയല്ല, ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞോടുകൂടി തന്നെ എനിക്ക് വേദനകളിൽ വളരെയധികം മാറ്റം വന്നു. തന്നെയല്ല, അല്പം എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു അവസ്ഥ വന്നു. തന്നെയല്ല, ഈ പ്രോസ്റ്റേറ്റിൻ്റെ മരുന്നും ഇവിടുന്ന് ആയുർവേദ മരുന്ന് കഴിച്ചപ്പോൾ യൂറിൻ്റെ പ്രശ്നം ഒരുവിധം സോൾവായി. ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കാനും അതുപോലെ തന്നെ ചികിത്സിക്കാനുമുള്ള നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഭാര്യയുടെ മുട്ടുവേദന 95% വിട്ടുപോയി. തന്നെയല്ല, ആൾക്കും നല്ല ആരോഗ്യം കിട്ടി. ദേഹത്തിൽ ആൾക്ക് വേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടി. ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലത്തെ ഓരോ സ്റ്റാഫുകളും നമ്മളെ കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി രോഗം മാറി കിട്ടി. തന്നെയല്ല, പല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ
വിപരീതമായിട്ട് ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും കാണിക്കുന്ന സ്നേഹത്തിന് തന്നെ എത്രയോ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നത്. തന്നെയല്ല, എല്ലാവരും വളരെയധികം സഹായം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഞാനിവിടെ വന്നപ്പോൾ വീൽ ചെയറിലാണ് എല്ലാവരും എൻ്റെ ചികിത്സയ്ക്ക് എന്നെ സഹായിച്ചിരുന്നത്. അവർ നല്ല ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഞാൻ വീഴാണ്ട്, അതുപോലെ തന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് അവർ എന്നെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നതും അവിടെ കിഴിവയ്ക്കുന്ന സ്ഥലത്തും അവരുടെ സഹായങ്ങൾ വലിയ സഹായം ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫിനും ഉള്ള ആ നല്ലൊരു പെരുമാറ്റം, ഇവിടുന്ന് പോകാൻ തന്നെ സങ്കടം വരിക ശരിക്കും. അത്രയും ആത്മാർത്ഥത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റം. ഡോക്ടറായാലും ഫിസിയോതെറാപ്പി ഡോക്ടറായാലും അതുപോലെ തന്നെ നഴ്സിംഗ് ഡോക്ടറായാലും എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞങ്ങൾ പെരുമാറുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും വീട്ടിലൊരു കൂടപ്പിറപ്പ് പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ ഈ ചികിത്സ നടത്തിയിരുന്ന കാലഘട്ടം. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഒരു 95% രോഗം ഭേദമായി. തന്നില്ല, ഒരു ശരീരത്തിനൊരു ബലം കിട്ടി. വീട്ടുകാരത്തേക്കാണെങ്കിൽ ആൾക്കിപ്പോൾ മുട്ടിന് വേദന നിശേഷം കുറഞ്ഞു. ആൾക്കും ഒരുവിധം നടക്കാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നെയല്ല, എൻ്റെ മോഷൻ്റെയും അതുപോലെ യൂറിൻ്റെയും പ്രശ്നങ്ങളൊക്കെ സോൾവായി. ഇപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ മരുന്ന് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനൊരു 60-70% മാറ്റം വന്നിട്ടുണ്ട്. 3 വർഷമായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലോപ്പതി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് യാതൊരു വക വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് വർഷം തോറും അത് PSA കൂടി വരികയായിരുന്നു. ലാസ്റ്റ് അതിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ 40% വർധനയാണ് കണ്ടത്. ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞു എന്ന് ഉള്ളൊരു അത് കുറവായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ ആശുപത്രിയിലത്തെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഞങ്ങളെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത്, പല ഹോസ്പിറ്റലിലും പോയി നിങ്ങളുടെ പണം ചിലവാക്കുക തന്നെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് നിങ്ങൾ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് 100% രോഗസൗഖ്യം കിട്ടുമെന്നുള്ളതിന് യാതൊരു വക സംശയമില്ല.